സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായി വിശദമായി നോക്കാം. ആദ്യത്തേത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നോ പ്രോസസ് ഈസ് പോസിബിൾ whose sole result is the absorption of heat from a reservoir and complete conversion of heat into work. അതായത് ഒരു റിസർവോയറിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് ആ ഹീറ്റിനെ മുഴുവനായും വർക്കായി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോസിബിൾ അല്ല എന്നതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഹീറ്റിനെ ഒരിക്കലും മുഴുവനായും വർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് സേസ് ദാറ്റ് ദ കംപ്ലീറ്റ് ഹീറ്റ് Q1 cannot be converted into work. Thus, the efficiency of a heat engine cannot be 100%. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഹീറ്റ് എഞ്ചിനുമായി ബന്ധപ്പെടുത്തി കൂടുതൽ വിശദമായി നോക്കാം. ഹീറ്റ് എഞ്ചിനിലെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് റിസർവോയർ ആണ്. ഇതിൽ നിന്നും വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഈ ഹീറ്റിനെ വർക്കായി കൺവേർട്ട് ചെയ്യുന്നു. അവശേഷിക്കുന്ന ഹീറ്റ് Q2 കോൾഡ് റിസർവോയർ അഥവാ സിങ്കിൽ റിലീസ് ചെയ്യുന്നു. Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഇതിനെ ഒരു മെക്കാനിക്കൽ വർക്കായി കൺവേർട്ട് ചെയ്യുന്നു. അവശേഷിക്കുന്ന ഹീറ്റ് Q2 സിങ്കിൽ റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് Q1 = W + Q2 എന്ന് എഴുതാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം Q1 = W + Q2. ഹോട്ട് റിസർവോയറിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ഹീറ്റാണ് Q1. ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്ന വർക്കാണ് W. സിങ്കിൽ റിലീസ് ചെയ്യുന്ന അവശേഷിക്കുന്ന ഹീറ്റാണ് Q2. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ് എഫിഷ്യൻസി η = 1 - Q2/Q1. ഇഫ് Q2 = 0, എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ Q2ന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫിഷ്യൻസി η = 1 - Q2ന് പകരം 0, 1 - 0/Q1. 0/Q1 is 0 = 1 - 0, or efficiency = 1 or 100%. 100% efficiency for heat engine, which is never possible. അതായത് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ Q2ന് 0 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി 1 അഥവാ 100% ആയി മാറുന്നത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം Q2 ഒരിക്കലും 0 ആവില്ല. Q2 0 ആയാൽ മാത്രമേ ഒരു ഹീറ്റ് എഞ്ചിന് എഫിഷ്യൻസി 100% ആയി മാറുകയുള്ളൂ. അതുകൊണ്ട് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒരിക്കലും ഒരു ഹീറ്റ് എഞ്ചിന് 100% എഫിഷ്യൻസി ഉണ്ടാവില്ല. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. No process is possible whose sole result is the transfer of heat from a colder object to a hotter object. അതായത് ഒരിക്കലും ഒരു തണുത്ത വസ്തുവിൽ നിന്ന് ചൂടുള്ള ഒരു വസ്തുവിലേക്ക് ഹീറ്റ് ഒഴുകില്ല. അഥവാ ലോ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഹീറ്റ് താനെ ഫ്ലോ ചെയ്യില്ല എന്നതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് സേസ് ദാറ്റ് the transfer of heat from a cold object to a hot object will not take place if no work is supplied. അതായത് ഒരു വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ലോ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുകയുള്ളൂ. അഥവാ ഒരു പ്രവൃത്തിയും ചെയ്യാതെ, ഒരു വർക്കും ചെയ്യാതെ ഒരിക്കലും ഒരു ലോ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തേക്ക് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യുകയില്ല. ഇതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. Thus the coefficient of performance cannot be infinite. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ചൂടുള്ള ചായ വെക്കുന്നതെന്ന് കരുതാം. ഈ ഗ്ലാസ്സിലെ ചായ ഹൈ ടെമ്പറേച്ചറിലും ചുറ്റുപാടുമുള്ള അറ്റ്മോസ്ഫിയർ ലോ ടെമ്പറേച്ചറിലുമാണുള്ളത്. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ ഉള്ള ചായയിൽ നിന്നും ലോ ടെമ്പറേച്ചർ ഉള്ള അറ്റ്മോസ്ഫിയറിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. മേശപ്പുറത്തിരിക്കുന്ന കുറച്ച് ഐസ് ക്യൂബുകൾ കൺസിഡർ ചെയ്യുന്നു. അന്തരീക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഐസ് ക്യൂബ് ലോ ടെമ്പറേച്ചറിലും അറ്റ്മോസ്ഫിയർ ഹൈ ടെമ്പറേച്ചറിലുമാണ്. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ ഉള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നും ലോ ടെമ്പറേച്ചറിലുള്ള ഐസ് ക്യൂബിലേക്കാണ് ഹീറ്റ് ഫ്ലോ ഉണ്ടാവുക. ഈ രണ്ട് ഉദാഹരണങ്ങളിലും ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. അഥവാ എപ്പോഴും ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചർ ഉള്ള ഒരു വസ്തുവിൽ നിന്നും ലോ ടെമ്പറേച്ചർ ഉള്ള ഒരു വസ്തുവിലേക്കാണ്. ഇതിൻ്റെ നേരെ വിപരീത ദിശയിൽ താനെ ഒരിക്കലും ഹീറ്റ് ഒഴുകില്ല എന്നതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമാക്കുന്നത്. അതായത് ഒരിക്കലും അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചായയിലേക്ക് ഹീറ്റ് ഒഴുകില്ല. അതുപോലെ ഐസ് ക്യൂബിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്കും ഒരിക്കലും ഹീറ്റ് ഒഴുകില്ല. എക്സ്റ്റേണലായി ഒരു വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ലോ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തേക്ക് ഹീറ്റ് ഒഴുകുകയുള്ളൂ. ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധിപ്പിച്ച് നോക്കാം. ഒരു റെഫ്രിജറേറ്റർ അതിൻ്റെ കോൾഡ് റിസർവോയറിൽ നിന്നും Q2 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതിന് മുകളിൽ ഒരു വർക്ക് ചെയ്യുന്നു. ഒരു വലിയ ഹീറ്റ് Q1 ഹീറ്റ് ഹോട്ട് റിസർവോയറിൽ റിലീസ് ചെയ്യുന്നു. Q2 ഹീറ്റിനെ കോൾഡ് റിസർവോയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, ഒരു വർക്ക് ചെയ്യുന്നു. അവശേഷിക്കുന്ന വലിയ ഒരു ഹീറ്റ് ഹോട്ട് റിസർവോയറിൽ നിക്ഷേപിക്കുന്നു. ഈ ഹീറ്റാണ് Q1.
ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. ഒരു റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് തരുന്ന ഇക്വേഷനാണ് ആൽഫ ഈക്വൽ ടു Q2/W. കോൾഡ് റിസർവോയറിൽ നിന്നും അബ്സോർബ് ചെയ്ത ഹീറ്റാണ് Q2, ചെയ്ത വർക്കാണ് W. ഇഫ് വർക്ക് ഈക്വൽ ടു 0, ഈ ഇക്വേഷനിൽ വർക്ക് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ ഈക്വൽ ടു Q2 ബൈ വർക്കിന് പകരം 0, Q2/0 ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇറ്റ് ഈസ് നെവർ പോസിബിൾ. അതായത് ഒരു റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൽ വർക്കിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇൻഫിനിറ്റിയായി മാറും. ഇതൊരിക്കലും പോസിബിൾ അല്ല എന്നതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒരു റെഫ്രിജറേറ്റർ ചെയ്യുന്നത് ഒരു ലോ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തു നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഒരു ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് റിലീസ് ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യാതെ ഒരിക്കലും ഇത് പോസിബിൾ അല്ല. അതായത് വർക്ക് 0 ആയി കഴിഞ്ഞാൽ ഒരു റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇൻഫിനിറ്റി ആവും. ഇതൊരിക്കലും പോസിബിൾ അല്ല. ഹോട്ട് റിസർവോയർ അഥവാ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും ലോ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഹീറ്റ് താനേ ഒഴുകും. എന്നാൽ ഒരു വർക്ക് ചെയ്താൽ മാത്രമേ കോൾഡ് റിസർവോയറിൽ നിന്നും ഹോട്ട് റിസർവോയറിലേക്ക് ഹീറ്റ് മൂവ് ചെയ്യുകയുള്ളൂ. ഒരു പ്രവൃത്തി ചെയ്യാതെ ഒരിക്കലും ഒരു തണുത്ത സ്ഥലത്ത് നിന്ന് ഹീറ്റ് ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റും ഇക്വലൻ്റ് ആണ്. അഥവാ ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്.